ഈ ബോച്ചയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത്രയും കാശുള്ള ഒരു മനുഷ്യൻ, എത്ര ബിസിനസ് സംരംഭങ്ങൾ, അത്യാവശ്യം നല്ല എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, കാശിനൊരു പഞ്ഞുമില്ല. ഇതൊക്കെ വേറൊരു കാര്യം, ഇയാൾക്ക് കുടുംബമില്ലേ? ഇയാളെ കുടുംബമൊക്കെ ആലോചിക്കുമ്പോൾ ആലോചിക്ക്, ഒരു പെണ്ണ് കേസിലൊക്കെ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കുള്ളൊരു ഇൻസൾട്ടിങ് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇനി ഇതും ജനങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നത് ആവരുത് എന്നുള്ളതാണ് നമ്മളൊരു പ്രാർത്ഥന കേട്ടോ. വേറെ കാര്യം പറയട്ടെ, എനിക്ക് പേഴ്സണലി ബോച്ചനെ ഭയങ്കര കാര്യമാണ്. ഞാൻ ബോച്ചയുടെ ഭയങ്കര ഒരു ആരാധനയൊക്കെയാണ് കേട്ടോ. ബോച്ചയ്ക്ക് എന്താണെന്നുണ്ടെങ്കിൽ അതൊരു ക്യാരക്ടറാണ്. ചില ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുക, മേലും കീഴൊന്നും ആലോചിക്കില്ല, ഇങ്ങനെ എന്തെങ്കിലും തമാശകളോ ദ്വയാർത്ഥ പ്രകാരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് എത്തരത്തിൽ എടുക്കും എന്നുള്ളത് ആ സമയത്ത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടല്ല. അതൊക്കെ എന്താ വെച്ചാൽ ആരാധകരെ ഒരു കുത്തൊഴുക്ക് കാണുമ്പോൾ ഒരു ആവേശമായിരിക്കും, അല്ലെങ്കിൽ അയാൾ അതിൽ ആസ്വദിച്ചുള്ളൊരു മുന്നോട്ട് പോക്കാണ് കാണുന്നത്. പക്ഷേ ഇതൊരു അപകടം കടിച്ച പരിപാടിയാണ്. കാരണം ചില സിറ്റുവേഷനിൽ ഒരു കുരുക്ക് വീഴും. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഹണി റോസിനെ നമുക്ക് ഒരു പരിധി വിട്ട് കുറ്റം പറയാൻ പറ്റും. സത്യത്തിൽ ഒരു പൊതുസഭയിൽ എന്തൊക്കെയായാലും ഇപ്പോൾ കുന്തി ദേവിയെ പോലെ ഞാൻ ഉപമിക്കുമെന്നൊക്കെ ഒരു വേദിയിൽ നിന്നിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോൾ സംഭവം കുന്തി ദേവീൻ്റെ നമുക്ക് മഹാഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അവരുടെ സൗന്ദര്യം ഈ തരത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ദ്വയാർത്ഥ പ്രയോഗമുണ്ട്. അത് അവരെ സംബന്ധിച്ചിട്ട് അവരത് ഒരു പൊതുവേദിയിൽ വളരെ മാന്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ചിരിച്ചാണ് അത് തള്ളുന്നത്, മനസ്സിലാവും. ഞാൻ അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിലൂടെയും കണ്ട് ഒരു ജിമ്മ് ഉദ്ഘാടനം പോയി തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് ബോച്ച പരസ്യമായിട്ട് എല്ലാവരും മുന്നിന്നും പറയുന്നുണ്ട്, ഈ ഡമ്പിളൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്താണ്, ഇതുണ്ടെങ്കിൽ നമുക്ക് കളിച്ച് ശരീരം പുഷ്ടിപ്പെടുത്താം. അപ്പോഴും ഹണി റോസിൻ്റെ മുഖം ഒരു എന്താ പറയുക, ഒരു സുഖത്തിലല്ല നീങ്ങുന്നത്. ചിലപ്പോൾ അവർ പല രീതിയിലും ഒരു നീക്കുപോക്ക് ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻ ഇല്ലാതെ അങ്ങനെ ഒരു കേസിലേക്ക് പോയില്ലല്ലോ. പിന്നെ ഒരു ആ പൊതുവേദിയിൽ വെച്ചിട്ട് തന്നെ അവർ ചെവിയിൽ എന്തൊക്കെയോ സ്വകാര്യം പറയുന്നുണ്ട്. ആ സ്വകാര്യം പറഞ്ഞതൊക്കെ വളരെ മോശമായിട്ടുള്ള സംസാരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ അറിയുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ബോച്ചയ്ക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് പ്രശസ്തിയാണ്. പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ബോച്ചയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പണത്തിൻ്റെ ഒരു ഹുങ്ക് ഉണ്ട്. അതില്ല ഒന്നും പറയാം. അങ്ങനെ പണം ഉണ്ടെങ്കിൽ എവിടെ നിന്നും രക്ഷപ്പെട്ട് പോരാന്നുള്ളൊരു ചിന്തയാണ്. ആ ഒരു ചിന്ത എപ്പോഴും നാശത്തിലേക്കാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇതൊക്കെ ഒരു നല്ല പ്രവണതയാണോ? ഇപ്പോൾ ഹണി റോസിന് വേണ്ടിയിട്ട് എല്ലാവരും സിനിമാ പ്രവർത്തകരും അതുപോലെ മുഖ്യമന്ത്രി വരെ ഇടപെട്ട് കഴിഞ്ഞു. അപ്പോൾ കേസ് ഒരു മാന്യമായിട്ട് തീരുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പം നാളെ പുറത്തേക്ക് വരുമ്പോഴും ബോച്ചനെ സ്വീകരിക്കാൻ ആരാധകരുണ്ടാവും. പക്ഷേ ഇതല്ലാത്തൊരു സമൂഹം ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ ബോച്ചയ്ക്ക് എന്ത് വ്യക്തിത്വമാണ്? വ്യക്തിത്വം പോട്ടെ, ബോച്ച എപ്പോഴും ചിന്തിക്കേണ്ടത് ബോച്ചയുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കും. അവർക്കൊക്കെ ഉള്ളൊരു മാനസിക പ്രശ്നം എന്തായിരിക്കും? ചിലപ്പോൾ അവർ ഇദ്ദേഹം ഇങ്ങനെയാണെന്ന രീതിയിൽ ചിലപ്പോൾ ഇതൊക്കെ, എന്നാലും അങ്ങനെ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ. വളരെ മോശപ്പെട്ടൊരു രീതിയാണ് മാറ്റം വരുന്നത്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ബോച്ച എന്താ പറയുക, ഇപ്പോൾ സ്റ്റാറാണ്. ഇപ്പോൾ ഒരു പൊതുപരിപാടിക്ക് ഒരു ഫിലിം സ്റ്റാർ വരുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ ആളൊരു സ്ഥാപനത്തിൽ വേറൊരു ഫിലിം സ്റ്റാറോ കാര്യങ്ങളൊന്നും ഒരു ഫിഗർ വരേണ്ട കാര്യമില്ല. അതിൽ ബോച്ച തന്നെ മതി. അത്രയും പ്രശസ്തനാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും മുന്നിലും കോമാളി കളിച്ച് എന്താണ് ഒരു പേര്. കേരളത്തിലുള്ള ഒരു മുതലാളിമാരും ഈ രീതിയിലൊന്നും ആൾക്കാരായിട്ട് സംവാദിക്കുന്നില്ല. ഇത്രയും ആക്റ്റീവായിട്ടൊന്നും ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏത് കേരളത്തിലെ ரொம்ப ബിസിനസ്സുകാരെ നിങ്ങൾ എടുത്താലും ഇത്തരത്തിൽ എന്താണ് ഒരു പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്നതും ഈ ഡാൻസ് കളിക്കും, കുറേ കരാട്ടെ പോസുകളൊക്കെ എടുത്ത് വാരി വിതർന്ന് കാണാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളും ഇല്ല. ബോച്ച മാത്രമേ ഉള്ളൂ. ബോച്ചയ്ക്ക് സമം ബോച്ച മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നാവട്ടോ. നന്നായാലും നമ്മൾ ഈ ആരാധകരൊന്നും വിട്ടു പോവില്ല. നേരത്തെ പ്രയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കിടയിലോ അല്ല പൊതുസഭയിൽ എന്താണ് ഈ ആണുങ്ങൾ മാത്രമുള്ള സഭയിലൊക്കെ ഇരുന്നിട്ട് കത്തി വയ്ക്കാൻ കേട്ടിരിക്കാൻ ഭയങ്കര അത് അതിൻ്റെ വഴിക്കുണ്ട് ഇപ്പോൾ എപ്പോഴും. പക്ഷേ ചില പെണ്ണുങ്ങളായിട്ട് ഇപ്പോഴത്തെ നിയമത്തിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്.
പെണ്ണുങ്ങളൊക്കെ ഒരു പരിധി വിട്ടിട്ട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായി മാറും. ഈ കേസ് എന്തെങ്കിലും തരത്തിൽ ഒതുങ്ങി പോകാൻ പറ്റുക അത് നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ ഇനിയെങ്കിലും മുന്നോട്ടുള്ള പോക്ക് വളരെ ശ്രദ്ധിക്കുക പോച്ച്. എന്താ പോച്ച്, ഒന്ന് നന്നായിക്കൂടെ?